ആവട്ടെ. ഓക്കെ ഗ്രീഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് അഹോയുടെ ഡയറക്ടർ ഒപ്പം ഉണ്ട് ബ്രോ. അപ്പൊ എന്താണ് ഇവിടെ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, അതുപോലെ ഇതോടെ പഠിച്ചാലുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ബ്രോ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ബ്രോ നമ്മള് വിഷ്ണു ചോദിച്ച പോലെ എന്തുകൊണ്ട് ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് അഹോയിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഭയങ്കര പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റിയാണ്. 300 വർഷത്തില് മുകളിൽ പഴക്കമുണ്ട്. ഏകദേശം 307 വർഷത്തോളമായി. 1707 ഫോം ചെയ്ത യൂണിവേഴ്സിറ്റി. അതായത് നമ്മൾ ഇതിന്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ വേൾഡിലത്തെ 25% യൂണിവേഴ്സിറ്റികൾ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഇപ്പോൾ QS റാങ്കിങ്ങിൽ 403 403 ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഒരു ടെക്നിക്കൽ കൺസോർഷ്യം ഉണ്ട്. യൂറോപ്പിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികൾ കൂടിയ ഒരു ടെക്നിക്കൽ കൺസോർഷ്യം ഉണ്ട്. അപ്പോ അതിലത്തെ ഒരു മെമ്പറും കൂടിയാണ്, യൂറോടെക് കൺസോർഷ്യന്റെ ഒരു മെമ്പറും കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി. പിന്നെ മോറോവർ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടം പോലെ പ്രോഗ്രാംസുകൾ ഉണ്ട്. 227ഓളം പ്രോഗ്രാംസ്, അതായത് കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ 94ഓളം കോഴ്സുകൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ടെക്നിക്കലും അതേപോലെ തന്നെ മാനേജ്മെന്റ് സൈഡ് കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മോറോവർ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടിസ്ക എന്ന് പറയും. ഇതിന്റെ മെയിൻ ക്യാമ്പസ് വരുന്നത്, CTUന്റെ മെയിൻ ക്യാമ്പസ് അത് പ്രാഗിൽ തന്നെയാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താ പറയാ, ജോലിക്കൊക്കെ പോകാനൊക്കെ ആയാലും കുറച്ചും കൂടി എളുപ്പമാണ്. പ്രാഗിൽ നിന്നുകൊണ്ട് തന്നെ ജോലിക്ക് പോവാം. പിന്നെ CTUന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡോമെട്രീസും ഈ ക്യാമ്പസിനോട് ക്ലോസ് ആയിട്ട് തന്നെയാണ്. പിന്നെ അവർ ഫുഡും ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ചില കുട്ടികൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡൈസ് റേറ്റിൽ ഇവിടുന്ന് ഫുഡ് പരിപാടികളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി അവർക്ക് കൺവീനിയന്റ് ആണ്. പിന്നെ മോറോവർ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാസ്മസ് പ്ലസിന്റെ ഭാഗമാണ്. അപ്പൊ കുട്ടികൾക്ക് ട്രെയിനിഷിപ്പിനായാലും ഇറാസ്മസ് പ്ലസിന്റെ ട്രെയിനിഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഇറാസ്മസ് പ്ലസിന്റെ സ്റ്റഡിക്കൊക്കെ പോകാനായാലും ഇവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഹോയ്ക്ക് അതിന്റെ പേപ്പർ വർക്കും പരിപാടികളൊക്കെ ചെയ്തുതരാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് ഉണ്ട്. മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, അക്കോമഡേഷന്റെ ഹാർഡ്ഷിപ്പ് ബേഴ്സറി സ്കോളർഷിപ്പ്, അതൊക്കെ സർട്ടൻ ക്രൈറ്റീരിയാസ് മെറ്റ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ ജനറൽ സ്കോളർഷിപ്പുകൾ ഉണ്ടാവും, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സ്റ്റഡി ഡിപ്പാർട്ട്മെന്റിനായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓഫീസിനായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് വൺസ് എൻറോൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ പറ്റിയിട്ട് നമ്മൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പിന്നെ മോറോവർ ഇവര് എല്ലാ സെമസ്റ്ററിലും ഓറിയന്റേഷൻ വീക്ക് ഉണ്ടാവും. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ പഠിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചെക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ കുറച്ചും കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ് ഈ യൂണിവേഴ്സിറ്റി. പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് കൾച്ചർ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ല യൂണിവേഴ്സിറ്റിയാണ്, നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അതുപോലെ ഇവിടെ ഇപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് സൈഡ് പ്രോഗ്രാംസുകളുണ്ട്, എക്കണോമിക്സ് മാനേജ്മെന്റ് സൈഡ് പ്രോഗ്രാംസുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോറോവർ ഇത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പോൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ന്യൂക്ലിയർ സയൻസ് ആൻഡ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുകൂടാതെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ കോഴ്സസിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോളർഷിപ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഫീസ് വൈസ്, ലൊക്കേഷൻ വൈസ്, അങ്ങനത്തെ ഇപ്പോൾ പാർട്ട് ടൈം ജോബിനൊക്കെ പോകാനായാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. പിന്നെ നമ്മളെ സ്റ്റുഡൻസ് ഓൾറെഡി ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോസ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യായിരിക്കും അല്ലേ? അങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ പറഞ്ഞത് ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ എങ്ങനെ ചെക്കിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.